കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ദില്ലിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു. വലിയ ചർച്ചയൊന്നുമായില്ല. ഒന്ന് രണ്ട് ദൃശ്യമാധ്യമങ്ങളിലാണ് വാർത്ത വന്നത്. പത്രമാധ്യമങ്ങൾ ആ വാർത്തയ്ക്ക് അത്ര ഗൗരവം നൽകിയിട്ടുമില്ല. എന്താണ് വാർത്ത എന്നല്ലേ? KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സണ്ണി ജോസഫിനെ മാറ്റും. ഇതാണ് വാർത്ത. സണ്ണി ജോസഫിനെ മാറ്റാൻ പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, വയനാട് ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകുന്നതിനു വേണ്ടി കോൺഗ്രസ് സമാഹരിച്ച പണത്തിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടു. അത് അസമയത്താണ്. അത് വലിയ ചർച്ചയായി. പണമില്ലാതെ എങ്ങനെ കോൺഗ്രസ് വീടുണ്ടാക്കും എന്ന ചർച്ച വന്നു. വീട് നിർമ്മിക്കാൻ സ്ഥലം വാങ്ങിയതും സ്ഥലം രജിസ്ട്രേഷൻ നടത്തിയതും അവിടെ രാഹുൽ ഗാന്ധി തറക്കല്ലിട്ടതും വലിയ ചർച്ചയായി മാറുകയും കോൺഗ്രസ് ശരിയാണ് വീട് നിർമ്മിച്ചു കൊടുക്കാൻ പോകുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലാണ് സണ്ണി ജോസഫും KC വേണുഗോപാലും കണക്ക് പുറത്തുവിടുന്നത്. പിരിച്ച പണം ഇത്രയാണ്, അത് സ്ഥലം വാങ്ങാൻ പോലും തികഞ്ഞില്ല, ഇനി വീട് വെക്കാൻ KPCCയുടെ ഫണ്ടും AICCയുടെ ഫണ്ടും ഉപയോഗിച്ച് വീട് നിർമ്മിക്കും എന്ന് വെച്ചാൽ വീട് നിർമ്മിക്കാൻ ഒരു സാധ്യതയുമില്ല, കോൺഗ്രസിൻ്റെ കയ്യിൽ വീട് നിർമ്മിക്കാൻ ഫണ്ടില്ല എന്ന് ജനങ്ങളോട് തുറന്നു പറയുകയായിരുന്നു കോൺഗ്രസ്. നേരത്തെ എന്തായിരുന്നു? രാഹുൽ ഗാന്ധി തറക്കല്ലിട്ട ഇടത്ത് നിൽക്കുകയാണ് എന്ന് വെച്ചാൽ വീട് വെക്കുമെന്ന പ്രതീക്ഷ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. എന്നാൽ KPCC പ്രസിഡന്റ് കണക്ക് വെളിപ്പെടുത്തിയോടുകൂടി എല്ലാം തകർന്ന് തരിപ്പണമായി. KPCC പ്രസിഡന്റ് മാത്രമാണോ കണക്ക് പുറത്തുവിട്ടത്? അല്ല, KC വേണുഗോപാലാണ് ആദ്യം പുറത്തുവിട്ടത്. എന്ന് വെച്ചാൽ UDF പരാജയപ്പെട്ടാൽ അതിനുള്ള കാരണം കിട്ടി. എന്താണ്? അവസാന നിമിഷത്തിൽ ഈ കണക്ക് പുറത്തുവിട്ടത് വലിയ ചർച്ചയായി മാറി. ഇനിയിപ്പോൾ UDF ജയിച്ചു, സീറ്റ് കുറഞ്ഞു, അപ്പോഴും ഈ കാരണം പറയാം. ഒരു വെടിക്ക് രണ്ട് പക്ഷി. അവിടെയാണ് VD സതീശൻ്റെ അപാരമായ കളി. സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയാം. ഒരേപോലെ രണ്ട് നേതാക്കളെ വെട്ടിനിരത്താനുള്ള ഗെയിം പ്ലാനാണ് VD സതീശൻ ഒരുക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരും. ജയിച്ചാൽ മന്ത്രിയാകുമെന്ന് വാർത്ത വരുന്നുണ്ട്. മന്ത്രിയാകാൻ വേണ്ടി അദ്ദേഹത്തിന് മാറണമെന്നുണ്ട്. അങ്ങനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാവുന്ന പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് സണ്ണി ജോസഫ്. അപ്പുറത്ത് KC വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടി കണ്ണു നട്ടിരിക്കുന്നു, കുപ്പായം തുന്നിയിരിക്കുന്നു. അദ്ദേഹം വലിയ ക്യാമ്പയിൻ നടത്തുന്നു. അങ്ങനെയുള്ള ഘട്ടത്തിൽ കോൺഗ്രസ് ചെയ്ത മഹാ അബദ്ധം ഇലക്ഷൻ ഘട്ടത്തിൽ അത് KC വേണുഗോപാലും സണ്ണി ജോസഫ് ചെയ്ത അബദ്ധമാണ്, ഈ കണക്ക് പുറത്തുവിട്ടതാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയും VD സതീശന്. തോറ്റ് തുന്നം പാടിയാൽ വനവാസത്തിന് പോകാതെ പിടിച്ചു നിൽക്കാനും കഴിയുന്ന ഒരു കച്ചിത്തുരുമ്പ്, അതാണ് VD സതീശൻ ഇതിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഇലക്ഷൻ ഫണ്ട് വിതരണത്തിൽ വന്ന ക്രമക്കേട്, അല്ലെങ്കിൽ കൃത്യസമയത്ത് ഫണ്ട് എത്തിക്കാൻ കഴിയാതെ പോയത് ഏറ്റവും നിർണായകമാണ്. തെരഞ്ഞെടുപ്പ് ഏത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് നിർണായകമായ സമയത്ത് ഉണർന്ന് പ്രവർത്തിച്ച് അണികൾക്ക് ആവശ്യമായ എല്ലാ സാമഗ്രികളും എത്തിക്കുക, പണമടക്കം ഫണ്ടടക്കം. അത് ചെയ്യേണ്ടത് KPCC പ്രസിഡന്റാണ്. പക്ഷേ അദ്ദേഹം മത്സരരംഗത്ത് നിൽക്കുന്നു. കടുത്ത മത്സരമാണ് നേടുന്നത് പേരാവൂരിൽ. എതിർ സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചറാണ്. നേരത്തെ അതേ മണ്ഡലത്തിൽ MLA ആയിരുന്നു. അതുകൊണ്ട് അവിടെ ഒതുങ്ങി KPCCയുടെ പ്രവർത്തനം താളം തെറ്റി പരാജയപ്പെട്ട KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് മാറി. എന്ന് വെച്ചാൽ ഇലക്ഷന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് ഫണ്ടാണ്. ആ ഫണ്ട് വിതരണത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തി. കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനം താളം തെറ്റി. ബൂത്ത് തലം വരെയുള്ള പ്രവർത്തകർക്ക് കൃത്യമായി ഫണ്ടെത്താത്തത് കൊണ്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ജയിക്കാമായിരുന്ന പല സീറ്റുകളും തോറ്റു. ഈ നരേഷനിലേക്ക് എത്തിക്കാൻ കഴിയും VD സതീശന് എന്നത്. ഇത് വലിയ ഒരു കളിയാണ് എന്നതിൽ സംശയമേയില്ല. VD സതീശൻ്റെ അവസാന നിമിഷം പിടിച്ചു നിൽക്കാനുള്ള കച്ചിത്തുരുമ്പായി ഈ വാർത്ത മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം മറ്റ് മാധ്യമങ്ങൾ, പ്രമുഖ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത ഏറ്റെടുക്കാതിരുന്നത്. പ്ലാൻഡ് സ്റ്റോറിയാണോ എന്ന സംശയം ഉയർന്നു വരാൻ കാരണവും അതുതന്നെയാണ്. പക്ഷേ അതിലൊരു യാഥാർത്ഥ്യവുമുണ്ട്. വെറുതെ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല. സത്യത്തിൽ കോൺഗ്രസ് ചെയ്ത സ്ട്രാറ്റജിക്കലായ ഒരു വീഴ്ചയാണ് ആ സമയത്ത് കണക്ക് പുറത്തുവിട്ടത്. കണക്ക് പുറത്തുവിടാതെ തന്നെ
വീട് നിർമ്മിക്കും, ഫണ്ടുണ്ട്, സാങ്കേതികമായ പ്രശ്നം മാത്രമാണ് എന്ന നിലപാട്. ഒരു വർഷമായിട്ടും സർക്കാരിന് വീട് നിർമ്മിച്ചു നൽകാൻ കഴിഞ്ഞില്ലല്ലോ. കോൺഗ്രസ് സ്ഥലം ഏറ്റെടുത്തു, മുന്നോട്ട് പോയി. കോൺഗ്രസ് പാർട്ടി സ്ഥലം ആവശ്യപ്പെട്ടിരുന്നു, സർക്കാരിനോട് തന്നില്ല എന്നൊക്കെയുള്ള വി ഡി സതീശന്റെ വിശദീകരണത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ നിന്നിരുന്നു. അതിൽ കുറച്ചൊക്കെ ശരിയുണ്ടല്ലോ എന്ന പ്രതീതി സൃഷ്ടിക്കാൻ വി ഡി സതീശന് കഴിഞ്ഞിരുന്നു. എന്നാൽ അതൊക്കെ തകർക്കുന്നതായിരുന്നു കണക്ക് പുറത്തു വിട്ടുകൊണ്ടുള്ള സണ്ണി ജോസഫിൻ്റെയും കെ സി വേണുഗോപാലിൻ്റെയും നീക്കം. എന്ന് വെച്ചാൽ വി ഡി സതീശൻ പറയുന്നത് മുഴുവൻ കള്ളമാണ്, നുണയാണ് വി ഡി സതീശൻ പറയുന്നത് എന്ന് ഉറപ്പിക്കുക. ആ പ്രചാരണത്തിന് ഒരു തള്ള് അതും കൂടി ഉണ്ടായിരുന്നോ കെ സി വേണുഗോപാലിൻ്റെയും സണ്ണി ജോസഫിൻ്റെയും മനസ്സിൽ എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. രാഷ്ട്രീയമായി യു ഡി എഫ് പരാജയപ്പെടുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി മുഖം രക്ഷിക്കാനുള്ള രാഷ്ട്രീയക്കാരുടെ പതിവ് ശ്രമത്തിൻ്റെ ഭാഗവും കൂടിയാകണം ആ വാർത്ത. ആരാണ് വാർത്ത പ്ലാൻ ചെയ്തത്, ആരുടെ ഭാഗത്ത് നിന്നാണ് വാർത്ത പുറത്തു വന്നത് എന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അത് വി ഡി സതീശൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ആയിരിക്കണം. ദില്ലിയിൽ നിന്ന് വാർത്ത പ്ലാൻ ചെയ്യുന്നതിലൂടെ കേരളത്തിൽ നിന്നല്ല വാർത്ത നൽകിയത് എന്ന് വരുത്തി മുഖം രക്ഷിക്കാൻ കഴിയുമോ എന്നും ചിലപ്പോൾ വി ഡി സതീശനും വി ഡി സതീശനെ അനുകൂലിക്കുന്നവരും ആലോചിച്ചിട്ടുണ്ടാകണം. അങ്ങനെയൊക്കെ വളരെ കൃത്യമായ നീക്കങ്ങൾ മുഖ്യമന്ത്രി കസേരയിലേക്ക് നടക്കുമ്പോൾ എതിരാളികൾ ഇല്ലാതാവുക, അതല്ലെങ്കിൽ പരാജയപ്പെട്ടാൽ കുറ്റം മുഴുവൻ തന്റെ തലയിലേക്ക് വരുന്നത് തടയുക എന്ന രണ്ട് ലക്ഷ്യങ്ങളാണ് ഇത്തരമൊരു വാർത്താ വിന്യാസത്തിലൂടെ വി ഡി സതീശൻ ഉദ്ദേശിച്ചത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നത്.